പോകുകയാണ്. കൊച്ചി മാടവനയിലാണ് അല്പം മുമ്പ് സ്വകാര്യ ബസ് മറിഞ്ഞത്. യാത്രക്കാരുമായി പോയ കല്ലട ബസ്സാണ് മറിഞ്ഞത്. അശ്വതി അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ വീണ്ടും ചേരുന്നുണ്ട്. അശ്വതി, ബസ് അപകടം എങ്ങനെയുണ്ടായി എന്നിപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ബസ് വശത്തേക്ക് മാറ്റിയിട്ടുണ്ടോ? യാത്രക്കാരുടെ സ്ഥിതി എന്താണ്? ഫിജി, ഇപ്പോൾ ഇവിടുന്ന് ഈ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഇവിടെ നിന്ന് നിവർത്തി അത് അങ്ങോട്ടേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ സുരക്ഷിതമായിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ആളുകളെ എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിരവധി ആളുകൾ, ജനങ്ങൾ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം നടന്നത് അറിഞ്ഞ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ആളുകളുടെ പ്രതികരണം കൊടുത്തു. ആ സൈഡിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നേരെ വന്നിട്ട് വണ്ടി പുള്ളിയുടെ മേത്തേക്ക് മറിയണത്. അതെ അതെ അതെ, പുള്ളി അവിടെ സിഗ്നലിൽ നിൽക്കണായിരുന്നു. നേരെ വന്ന് വണ്ടി മറിഞ്ഞ് അതിലേക്ക് ഇടിച്ച് പയ്യെ ഇതിൽ പുള്ളിയുടെ മേത്തേക്ക് വേണം. പുള്ളിക്ക് ഓടാനോ രക്ഷപ്പെടാനോ ഒന്നുമുള്ള ടൈമില്ല അതിൽ. അതൊന്നും അറിയില്ല പുള്ളീനെ പിന്നെ ക്രൈം വന്നു കഴിഞ്ഞിട്ടാണ് പൊക്കിയിട്ട് നമ്മൾ പുള്ളീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. കാരണം ഇത്ര ആളുകൾക്ക് ഇത് പൊക്കാൻ പറ്റില്ലല്ലോ. സാധാരണ ബസ്സാണ് പൊക്കാൻ പറ്റും നമുക്ക്. അപ്പൊ അതുകൊണ്ട് അകത്തുള്ള ആളുകൾക്ക് ആർക്കും പരിക്കില്ലാതെ ഉണ്ട്. ചെറിയ പൊട്ടല്, ബ്ലഡ് പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. ഉറങ്ങായിരുന്നു, ആളുകൾ ഉറങ്ങായിരുന്നു. ഈ രാവിലെ ടൈമല്ലേ, കുറച്ചേരൊക്കെ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. ഈ രാവിലെ ടൈം ആയതുകൊണ്ട് കുറച്ചൊരു ഉറങ്ങുമായിരിക്കും. ഇറക്കിയിട്ട് വരുന്നത് കുട്ടികൾ കാര്യമായിട്ടില്ല. കുട്ടികൾ 1-2 പേരെ കുട്ടികളെ ഉണ്ടായുള്ളൂ. ഈ പ്രായമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആ പ്രായമുള്ള ആളുകൾക്ക് പെട്ടെന്ന് എണീക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. നമ്മള് ഗ്ലാസ് ഒക്കെ അടിച്ച് പൊളിച്ചിട്ട് ബെർത്തിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവരാ ഇതില് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയില്ല. ഉറങ്ങാതിരുന്നവർ പെട്ടെന്ന് ചാടി എണീറ്റ്. പിന്നെ ബാക്കി സ്ത്രീകളെല്ലാം പുരുഷന്മാരെയൊക്കെ നമ്മള് ഒരു 9:45 ആ ടൈമൊക്കെ ആയിരുന്നു. അത് ക്രൈം വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത്. ടൈം എത്രയുണ്ടെന്ന് നമ്മൾ ഓർക്കുന്നില്ല. കാരണം കുറച്ച് അധികം നേരം പുള്ളി അവിടെ കിടന്ന്, കാരണം ട്രെയിൻ ഓടി വരണമല്ല. ക്രൈം വന്നു കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ചു നേരം അവിടെ കിടന്നത്. 1 മണിക്കൂറോളം കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പുള്ളി. ആദ്യം കൈയൊക്കെ ഒന്ന് അനക്കായിരുന്നു അതിന്റെ അടിയിൽ കിടന്ന് നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റില്ലത്. ആ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ ഈ NH ചെയ്യേണ്ടത് ഈ റോഡ്, ഈ ടാർ മാറ്റിയിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം. അതെ, കാരണം ഇവർ ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക്, പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ, അതിനുവേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു KSRTC ഇടിച്ചിട്ട് ഇതേപോലെ ആരും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു വെട്ടം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും. ഇത് അതുപോലെ ഇപ്പൊ തെക്കോട്ട് പോകുന്ന വണ്ടിയാണ്, വടക്കോട്ട് പോകുന്ന വണ്ടികളാണെങ്കിലും സിഗ്നല് നോക്കാറില്ല ഇവര്. സിഗ്നല് റെഡ് ആണേലും അടിച്ച് കത്തിച്ചങ്ങോട്ട് പോണേ. ഞങ്ങളിത് സ്ഥിരം കാണുന്ന ആളുകളാണ്, ഞങ്ങൾ ഇവിടുത്തുകാരാണ്. പിന്നെ ഇതിന് മുമ്പ് ഈ സിഗ്നലിൽ ഇടിച്ച് സിഗ്നലിൽ പോയതാണ്. ഒരു വണ്ടി വന്ന് ഇടിച്ചു. അത് കഴിഞ്ഞിട്ട് കുറെ നാൾ സിഗ്നൽ ഇല്ലാണ്ട് കുറെ പ്രക്ഷോഭങ്ങളും കാര്യം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ സിഗ്നൽ വന്നത്. അപ്പൊ ഇതിനൊക്കെ ആരോടാണ് നമ്മൾ പറയണത്? അത്ര ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മീഡിയം സ്പീഡ് ഉണ്ട്. അപ്പൊ ആ സിഗ്നലിലാണ് ഇവർക്ക് ചവിട്ടാൻ കിട്ടിയത്. ബസ് വന്നത് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ പിന്നെ ആ ബസ് വന്നപ്പോ സിഗ്നൽ വീണപ്പോ തന്നെ അവര് ചവിട്ടിയപ്പോ കിട്ടിയില്ല. എന്താ വെച്ചാൽ റോഡ് ഹമ്പ് പോലെ കിടക്കണാണ് സൈഡ്. അപ്പൊ അവിടെ മീഡിയത്തിൽ കയറി നേരെ വന്നത് ഒരു നിരപരാധിയായ ബൈക്കാരന്റെ മേത്തേക്കാണ് വണ്ടി വീണത്. അവന് എന്ത് പറ്റിയെന്ന് അറിയാം, അവൻ ഗുരുതരമാണ്. അവനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഇതാണ് ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുനിന്ന് വന്നത്. നമ്മൾ ചുങ്കം കൊടുക്കുന്ന റോഡാണിത്. ഇതിന് യാതൊരു ഫിജി, ഇതാണ് നാട്ടുകാരുടെ പ്രതികരണം. അതായത് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്ന ആളുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ രക്തക്കറയൊക്കെ ഉണ്ട് ഈ ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ അത് കഴുകി മാറ്റുന്ന, വെള്ളമടിച്ച് കഴുകി മാറ്റുന്ന ഒരു സ്ഥിതിയൊക്കെയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല ഇവിടെ ഏറെ നേരം കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ കൂടിയുണ്ട്. ഈ അവർ കൂടി ഫിജി കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ അശ്വതി, കേൾക്കാം. ഇപ്പോൾ ആ ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് വലിയ ഗുരുതരമായ
പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ബസ്സിനടിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സാക്ഷികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബസ് വളരെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടാനായിട്ട് ശ്രമിച്ചിട്ട് പക്ഷെ പറ്റില്ല. അതായത് സിഗ്നൽ വീണ ഉടനെ തന്നെ ബ്രേക്ക് ചവിട്ടാനായിട്ട് ശ്രമിച്ചു, പക്ഷേ അത് സാധിച്ചില്ല. അങ്ങനെയാണ് ഈ വലിയ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി പേര് 50ഓളം ആളുകളാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്, യാത്ര ചെയ്തിരുന്നത്. അവരിൽ പരിക്കുകൾ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ റോഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സേന ഈ റോഡ് വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെ ഈ ഗതാഗത കുരുക്ക് ഇവിടെ നിന്നും ഒഴിവാക്കുന്നു. ബസ് മാറ്റിയൊരു സാഹചര്യത്തിൽ മറ്റ് വാഹനങ്ങൾക്ക് പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ഇവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ. നിരവധി ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ബസ്, അതായത് ഏകദേശം വൈറ്റില വരെ ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്ക് അതിരൂക്ഷമായിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുക എന്നതാണ്. ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുകയാണ്. അശ്വതി നേരത്തെ പറഞ്ഞ കാര്യം, ആ ബസ്സിനടിയിൽപ്പെട്ടയാൾ അദ്ദേഹം മരണപ്പെട്ടോ, അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ടോ, അതോ അവിടെ ആരെങ്കിലും പറഞ്ഞു കേട്ട വിവരമാണോ? ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെയാണ് ലഭിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളും പിന്നീടാണ് വരിക. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. ഇത്ര വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകും. ഫിജി, ശരി, തീർച്ചയായും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, അത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. അശ്വതി, മറ്റൊരു കാര്യം, ഇപ്പോൾ നാട്ടുകാർ പറയുന്നതനുസരിച്ച് അവിടെ റോഡിലെ പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രശ്നം ഗുരുതരമായി പറഞ്ഞത്, ആ സിഗ്നൽ ജംഗ്ഷനിൽ ഈ സിഗ്നലുകൾ ലംഘിച്ചാണ് ബസ്സുകൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നത്. വളരെ സ്പീഡിൽ കടന്നു പോകുന്നു. അവർ സിഗ്നൽ ലൈറ്റുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് അവർ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കല്ലട ബസ്സുകളെ കുറിച്ച് നേരത്തെയും പലതരത്തിലുള്ള ഇത്തരത്തിൽ മറ്റു ചില പരാതികളുമുണ്ട്. കല്ലട ബസ്സുകാരുടെ ജീവനക്കാരുടെ പെരുമാറ്റം സംബന്ധിച്ചുള്ള പരാതികളൊക്കെ ഉണ്ട്. ഞാനും ആ മാടവനയിൽ താമസിക്കുന്ന ആളാണ്. ഞാനും കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഈ അമിതമായി സിഗ്നൽ ലംഘനം അവിടെ നടക്കുന്നതായി. റെഡ് സിഗ്നൽ കത്തിക്കിടക്കുമ്പോഴും ബസ്സുകളും മറ്റു വാഹനങ്ങളും ഒക്കെ അതൊന്നും ശ്രദ്ധിക്കാതെ പാഞ്ഞു പോവുകയാണ് പകലും രാത്രിയിലും. ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇതിലേക്ക് നയിച്ചത്, ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്ന് കരുതാമോ? നാട്ടുകാരുടെ ആ വാക്കുകൾ കൂടുതൽ വിശ്വാസത്തിലെടുക്കാമോ? നമുക്ക് ഇവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ. നമ്മൾ ഇതിനു മുൻപും ഇവിടെ തന്നെ പല ആക്സിഡന്റ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രാവിലെ നേരങ്ങളിൽ ഇവിടെ ആക്സിഡന്റ് കേസുകൾ ഉണ്ടാകുന്നത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ആളുകളോട് ചോദിക്കാം. ഇവിടെ ചേട്ടാ, ഓട്ടോ ഓടിക്കണം, എന്താ ശരിക്കും പ്രശ്നം? ഇവിടെ ഇതിനു മുൻപും ഇവിടെ ഇത് സ്ഥിരമാണ്. ബസ് എന്നല്ല, എല്ലാ വണ്ടികളും ഇവിടെ സ്ഥിരമാണ്. അപകടം സംഭവിക്കില്ല. ഒന്നാമത് സിഗ്നൽ നോക്കൂല. തെക്കോട്ടും വടക്കോട്ടും പോകുന്ന ഒരു വണ്ടിക്കാരും സിഗ്നൽ നോക്കൂല. പ്രത്യേകിച്ച് ബസ്സുകാർ ഇതുപോലെയുള്ള വണ്ടികൾ സിഗ്നൽ നോക്കാനാണ് കൂടി പോണത്. അവർ സിഗ്നലാണെങ്കിൽ കട്ട് ചെയ്ത് പോകാനുള്ള ശ്രമത്തിലാണ് വന്നത്. ഇത് സിഗ്നലിൽ ചവിട്ടിയാണ്. അവൻ അവിടെ നിന്ന് വന്ന് സിഗ്നൽ കണ്ടപ്പോൾ ഒറ്റ ചവിട്ടി വണ്ടി നിന്നില്ല. വണ്ടിയുടെ പഴക്കങ്ങളും വണ്ടിയുടെ പ്രശ്നവും കൊണ്ടൊക്കെ തന്നെ എനിക്ക് നിൽക്കാൻ. വണ്ടി നിന്നില്ല, വണ്ടി നേരെ സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചിട്ടാണ് പറഞ്ഞത്. ഒരു ബൈക്കാരനുണ്ടായ സൈഡിൽ, അയാളുടെ മേത്തേക്കാൻ പറഞ്ഞു വീണ്. അയാൾ എന്താണെന്നറിയില്ല, അയാളുടെ അവസ്ഥ എന്താണെന്നറിയില്ല. ബാക്കി വണ്ടിയിലുള്ളവർക്ക് വലിയ കാര്യമായിട്ടുള്ള പരിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കണ്. പറയാമല്ല. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എന്താ പറയണെന്ന് അറിയില്ല. എടുത്തവർക്കൊക്കെ അന്നേരം വേദനകളും കാര്യങ്ങളും എങ്ങനെയെന്ന് പറയില്ലല്ലോ. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ ഒരു വണ്ടിക്ക് പുറകിൽ മറ്റൊരു വണ്ടി ഇടിക്കുന്ന രീതിയിലൊക്കെ വണ്ടിക്കല്ല, ഇവിടെ 7 വണ്ടി ഒരുമിച്ച് ഇടിച്ചിട്ടുണ്ട്. 7 വണ്ടി ഒരുമിച്ച് ഇടിച്ചിട്ടുണ്ട് ഇവിടെ. ബസ് ഇതേപോലെ ഒരു KSRTC രാത്രി വന്ന് ഇടിച്ചിട്ട് സിഗ്നലിൽ. ഇവിടെ ഈ സിഗ്നല് ഒന്നാമത് ബസ്സുകാർ സിഗ്നൽ നോക്കൂല. ബസ്സുകാർ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള ബസ്സുകാർ ശരണ്യ ബസ് ഈ സർവീസിൽ കൂടി വരും. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ നടക്കുന്ന ആൾക്കാരെ നോട്ടൊന്നുമില്ല. അമ്മാര് അവിടെ റെഡ് സിഗ്നലാണ് കടന്നു പോകും. ഇല്ല, കേൾക്കൂല, ആരും കേൾക്കണില്ല. ഞാനിത് ഈ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് 2 വട്ടം, 2-3 വട്ടം ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെയും കൂടി അവൻ ഈ സാധാരണ ഈ സർവീസ് റോഡിൽ കൂടെ അവൻ കട്ട് ചെയ്ത് പോകാറുള്ളത്. ഇന്നലെ അവൻ ഈ സെന്ററിൽ കൂടി കട്ട് ചെയ്ത് പോയി. ഈ ശരണ്യ ബസ് ആരുടെയാണ്? കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സിഗ്നലൊന്നും അവർക്ക് വേണ്ട. അത് ഒരു സൈസ് ഹോൺ വെച്ചിട്ടുണ്ട്. ആ ഹോൺ വെച്ചുകൊണ്ട് അടിച്ചടിച്ചങ്ങ് പോകുക. അവർക്ക് സമയം പോയി.
ഞാൻ ഈ ലക്ഷറിന്റെ അവിടെ താമസിക്കുന്നത്. അവർക്ക് നിർത്താൻ സമയമില്ല. 4:33 ഞാൻ ഈ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പരാതി കൊടുത്തിട്ട് എന്താ? ഒരു ഇതുമില്ല. ഗണേഷ് കുമാറിന്റെ അണ്ടറിലുള്ള വണ്ടി, അതായത് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊട്ടാരക്കര പുനർനിർമ്മാണ വണ്ടിയാണ്. അത് ഒരു വണ്ടി ഈ ഗണേശിന്റെ വണ്ടി കംപ്ലീറ്റ് ഇവിടുന്ന് ആയിരുന്നു. ഞാൻ അവിടുന്ന് കൊട്ടാരക്കര, എന്റെ സ്ഥലം പുല്ലൂരാ. കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ അവിടെ വൈഫ് വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ നിങ്ങളിപ്പോ ഈ ചാനലല്ലേ രാവിലെ അവിടെ വന്നു കഴിഞ്ഞാൽ നിർത്തിയില്ല. അവർ നിർത്തണമെങ്കിൽ അവർക്ക് എനിക്ക് സീറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. നേരത്തെ ബുക്ക് ചെയ്യണം, വേണമെങ്കിൽ ഡ്രൈവറുടെ പുറത്ത് കയറി ഇരിക്കാനാണ്. വേണമെങ്കിൽ ഞാൻ സമയം പറഞ്ഞു. ഇത്തരത്തിൽ ഈ വലിയ ബസ്സുകൾ ഇവിടെ കൃത്യമായി സിഗ്നൽ പാലിക്കുന്നതിലും മറ്റും വലിയ തോതിലുള്ള വലിയ തോതിൽ അതിൽ മുടക്കം വരുത്തുന്നു. അത് കൃത്യമായി പാലിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നാട്ടുകാരുടെ ഒരു നിരന്തരമായ പ്രശ്നം. മുൻപ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ തന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിജി ഇവിടെ 7 വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്ന് ഇടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്. അത് ഞാൻ തന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് രാവിലെ നേരങ്ങളിൽ ഇവിടെ വലിയ രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സിഗ്നലിൽ തന്നെയാണ് അന്നും അതേ സംഭവം ഉണ്ടായത്. ഇവിടെ ഈ സിഗ്നലിൽ ഈ കൃത്യമായിട്ടുള്ള സിഗ്നൽ സംവിധാനങ്ങൾ ആരും പാലിക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് അവർക്കല്ല, അവരെക്കാൾ കൂടുതൽ മറ്റ് ചെറു യാത്രികർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ബസ് ഇവിടെ നിന്ന് മാറുകയും അവിടെ കഴുകി വൃത്തിയാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ആ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായിട്ട് പോലീസിന് സാധിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വൈറ്റിലയിൽ നിന്നുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് കൃത്യമായി പോകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് മറ്റ് യാത്രക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശുപത്രിയിൽ നിന്നും ഔദ്യോഗികമായ വിശദീകരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 50ഓളം യാത്രക്കാരാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ലേക്ക് ഷോർ ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഫിജി. ശരി അശ്വതി, നമുക്ക് ഈ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും തിരികെ എത്താം. ഞാൻ അശ്വതിയിലേക്ക് തന്നെ മടങ്ങിയെത്താം. മറ്റ് വിവരങ്ങൾ കൂടുതലായി അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം അശ്വതിക്ക് ലഭ്യമാകും. പ്രത്യേകിച്ച്